എങ്ങനെ ഇടിയുണ്ടാവുന്നു? സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിലെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയല്ല ലഭിക്കുന്നത്. ചൂടായ വായുവിന് ഭാരം കുറവായതിനാൽ അത് മുകളിലേക്ക് ഉയരും. തണുത്ത വായു താഴേക്കിറങ്ങും. മേഘത്തിനുള്ളിൽ ശക്തമായ കാറ്റ് കാരണം ചെറിയ ഐസ് കണങ്ങളും വലിയ ഐസ് കണങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. ഈ കൂട്ടിയിടിയിൽ വൈദ്യുത ചാർജുകൾ ഉണ്ടാകുന്നു. നെഗറ്റീവ് ചാർജ് മേഘത്തിന്റെ താഴെഭാഗത്തും പോസിറ്റീവ് ചാർജ് മുകൾ ഭാഗത്തുമായി ശേഖരിക്കപ്പെടുന്നു. മേഘം ഒരു വലിയ ബാറ്ററിയെ പോലെ പ്രവർത്തിക്കുന്നു. വൈദ്യുതി സമ്മർദ്ദം വളരെ കൂടുമ്പോൾ നെഗറ്റീവ് ചാർജ് പടിപടിയായി താഴേക്കിറങ്ങാൻ തുടങ്ങും. അതേസമയം ഭൂമിയിൽ നിന്നുള്ള പോസിറ്റീവ് ചാർജ് മുകളിലേക്ക് ഉയർന്ന് പ്രതികരിക്കുന്നു. ഇരു ചാർജുകളും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ശക്തമായ വൈദ്യുതി ഒഴുക്ക് ഉണ്ടാകുന്നു. ഇതാണ് നാം കാണുന്ന മിന്നൽ. മിന്നൽ ഉണ്ടാകുമ്പോൾ ചുറ്റുമുള്ള വായു പെട്ടെന്ന് അത്യന്തം ചൂടാകുന്നു. വായു വേഗത്തിൽ വ്യാപിക്കുന്നു. ഈ പെട്ടെന്നുള്ള വായുവിന്റെ വ്യാപനവും തിരിച്ചുള്ള ചുരുങ്ങലുമാണ് ഇടിമുഴക്കം എന്ന ശബ്ദമായി കേൾക്കുന്നത്. വെളിച്ചത്തിന്റെ വേഗം ശബ്ദത്തേക്കാൾ കൂടുതലായതിനാൽ ആദ്യം മിന്നൽ കാണും, പിന്നെ ഇടിയുടെ ശബ്ദം കേൾക്കും. സൂര്യന്റെ ചൂട് മുതൽ മേഘം, മിന്നൽ, ഇടിമുഴക്കം വരെ എല്ലാം പ്രകൃതിയിലെ ശാസ്ത്രീയ പ്രക്രിയകളാണ്.